നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അല്ലെ? എന്നാൽ ആ പേരിൽ വെറുമൊരു തിരിച്ചറിയൽ അടയാളം മാത്രമാണോ ഉള്ളത്? ഒരിക്കലുമല്ല. നമ്മുടെ പേരിന് നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും വരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക ഊർജമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പേരിന്റെ അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും പേരിന്റെ സംഖ്യ കണ്ടെത്തി നമ്മുടെ സ്വഭാവവും ഭാവിയും എങ്ങനെ മനസ്സിലാക്കാമെന്നും നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, നെയിം ന്യൂമറോളജി. നിങ്ങളുടെ പേരിന്റെ സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്നും 1 മുതൽ 9 വരെയുള്ള ഓരോ സംഖ്യയും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. നിങ്ങളുടെ പേരിന്റെ രഹസ്യം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്താണ് പേരിന്റെ സംഖ്യ, അതായത് നെയിം നമ്പർ? സംഖ്യാശാസ്ത്ര പ്രകാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ഒരു സംഖ്യാപരമായിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ നമ്മുടെ പേരിലെ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട്. ഈ സംഖ്യകളെല്ലാം ചേരുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയാണ് നമ്മുടെ പേരിന്റെ സംഖ്യയായിട്ട് കണക്കാക്കുന്നത്. ഈ സംഖ്യ നമ്മുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും ജീവിതത്തിലെ വിജയപരാജയങ്ങളെയും വരെ സ്വാധീനിക്കുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രചാരമുള്ളതും കൃത്യതയുള്ളതുമായിട്ടുള്ള സംഖ്യാശാസ്ത്ര രീതിയാണ്. പേരിന്റെ സംഖ്യ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ കണ്ടെത്തുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരിന്റെ സംഖ്യ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് സർക്കാർ സർട്ടിഫിക്കറ്റിലൊക്കെയുള്ള നിങ്ങളുടെ പേരെന്താണോ ആ ഒരു പേരാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഒരാൾക്ക് തന്നെ ഒന്നിലധികം പേരുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? പെറ്റ് നെയിം ഉണ്ടാകാം, വീട്ടിൽ വിളിക്കുന്നത് ഒരു പേരായിരിക്കാം, ചിലപ്പോൾ അറിയപ്പെടുന്നത് ഒരു പേരിലായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ സർട്ടിഫിക്കറ്റിലുള്ള പേര് ഏതാണോ ആ ഒരു പേരാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ധന്യ എന്നാണ് നിങ്ങളുടെ പേര്, ധന്യ വർമ്മ എന്നാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ളത് എങ്കിൽ നിങ്ങൾ മറ്റൊരു പേരും ഇതിനായിട്ട് ചൂസ് ചെയ്യരുത്. ആ ഒരു സർട്ടിഫിക്കറ്റിലുള്ള ധന്യ വർമ്മ പി അതെന്താണോ ഇനീഷ്യൽ അടക്കമുള്ള ആ ഒരു പേര്, അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പേരിന്റെ ആ ഒരു നമ്പർ ഒന്ന് കണ്ടെത്താം. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫുൾ നെയിം ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കണം. ശേഷം ഇനി ഓരോ അക്ഷരങ്ങൾക്കും കാൽഡിയൻ രീതി പ്രകാരം നൽകിയിരിക്കുന്ന സംഖ്യകൾ ഏതാണ് എന്നുള്ളത് നോക്കണം. ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പട്ടിക ശ്രദ്ധയോടെ കാണുക. 9 എന്ന സംഖ്യ കാൽഡിയൻ രീതിയിൽ അക്ഷരങ്ങൾക്ക് നൽകാറില്ല. കാരണം 9 ഒരു ദൈവിക സംഖ്യയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു പേരെടുക്കുകയാണ്, വിജയ് കുമാർ എന്ന ഒരു പേരിന്റെ സംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്, അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ സംഖ്യ കണ്ടെത്തേണ്ടത്. അപ്പോൾ വിക്ക് തുല്യമായിട്ടുള്ള സംഖ്യ 6 ആണ്. അതുപോലെ ഐക്ക് തുല്യമായിട്ടുള്ള സംഖ്യ 1 ആണ്. ജെയ്ക്ക് തുല്യമായ സംഖ്യ 1 ആണ്. എക്ക് തുല്യമായ സംഖ്യ 1 ആണ്. വൈക്ക് തുല്യമായ സംഖ്യയും 1 ആണ് വരുന്നത്. ഇനി കുമാർ എന്നതിലെ കെ 2 ആണ് വരുന്നത്, യു 6 ആണ് വരുന്നത്, എം 4 ആണ് വരുന്നത്, എ 1 ആണ് വരുന്നത്, ആർ 2 ആണ് വരുന്നത്. അപ്പോൾ ഇനി ഈ സംഖ്യകളെല്ലാം കൂട്ടുക. അതായത് വിജയ് എന്ന പേരിലെ 6 + 1 + 1 + 1 + 1, അതായത് 10 ആണ് നമുക്ക് ഇതൊക്കെയും കൂട്ടുന്ന സമയത്ത് കിട്ടുന്നത്. ഇനി കുമാർ എന്ന പേരിലെ സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് 2 + 6 + 4 + 1 + 2, ഇവയുടെ സംഖ്യ 15 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. വിജയ് എന്ന പേരിന്റെ 10ഉം കുമാർ എന്ന പേരിന്റെ 15ഉം ഈ സംഖ്യകൾ വീണ്ടും നമ്മൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ ആകെ തുക വരുന്നത് 25 ആണ്. ഇപ്പോൾ കിട്ടിയ 25 എന്ന സംഖ്യയെ ഇനി ഒറ്റ സംഖ്യ ആക്കി മാറ്റണം. അതിനായിട്ട് 25 എന്ന സംഖ്യയിലെ 2ഉം 5ഉം തമ്മിൽ കൂട്ടണം. അപ്പോൾ ആകെ തുക വരുന്നത് 7 എന്ന സംഖ്യയാണ്. അപ്പോൾ വിജയ് കുമാർ എന്ന പേരിന്റെ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്.
അതുപോലെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പേരിന്റെ സംഖ്യ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടെത്തി നോക്കുക. ഇനി അടുത്തതായിട്ട് ഓരോ സംഖ്യയുടെയും ഫലം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. പേരിന്റെ സംഖ്യ 1 കിട്ടിയവരുടെ ഫലം ആദ്യം തന്നെ നമുക്ക് പറയാം. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 1 ആണെങ്കിൽ നിങ്ങൾ ജനിച്ചത് തന്നെ നയിക്കാൻ വേണ്ടിയാണ്. സൂര്യനാണ് ഈ സംഖ്യയുടെ അധിപൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കാനുള്ള ഊർജം നിങ്ങളിൽ ഉണ്ടാകും. ഇവർക്ക് ശക്തമായ ആത്മവിശ്വാസവും മികച്ച നേതൃത്വ ഗുണവും ഉണ്ടായിരിക്കും. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. എപ്പോഴും ഒന്നാമനായിരിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. ധൈര്യം, സ്വാതന്ത്ര്യബോധം, എന്തും വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവം, പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള കഴിവ് എന്നിവ നിങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകളാണ്. അതുപോലെ ചില ദോഷങ്ങളും നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം, അത് നിങ്ങളുടെ അഹങ്കാരമായിട്ട് മാറിയേക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക, ഞാനെന്ന ഭാവം കൂടുതലായി കാണിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനും ഉയർന്ന പദവിയിൽ ഇരുന്ന് മറ്റുള്ളവരെ നയിക്കുന്നതിനും, അതായത് മാനേജർ, CEO, രാഷ്ട്രീയ നേതാവ് എന്നിവയൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന മേഖലകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേരിന്റെ സംഖ്യ 1 കിട്ടിയവരോട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 2 എന്ന് കിട്ടിയവരുടെ ഫലം നോക്കാം. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 2 ആണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണ്. ചന്ദ്രനാണ് ഈ സംഖ്യയുടെ അധിപൻ എന്ന് പറയുന്നത്. ചന്ദ്രനെ പോലെ ശാന്തവും സൗന്ദര്യവും നിറഞ്ഞൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. ഇവർ കലയെയും സൗന്ദര്യത്തെയും സ്നേഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനും ഒരു ടീമായി പ്രവർത്തിക്കാനും ഇവർക്ക് കഴിവുണ്ട്. ഇവർ നല്ല ഒരു കേൾവിക്കാരനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നവരുമായിരിക്കും. ക്ഷമ, ദയ, നയപരമായിട്ടുള്ള പെരുമാറ്റം, മികച്ച ഭാവന എന്നിവ ഇവരുടെ ഗുണങ്ങളാണ്. എന്നാൽ ഇവരിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിക്കുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ. മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് പലപ്പോഴും ദോഷകരമായിട്ട് മാറാറുണ്ട്. പെട്ടെന്ന് മാനസികമായിട്ട് തളർന്നു പോകാനും സാധ്യതയുണ്ട്. ആത്മവിശ്വാസക്കുറവ് ഇവരുടെ പ്രധാന വെല്ലുവിളിയാണ്. തൊഴിൽ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കല, സംഗീതം, ഡിസൈനിങ്, കൗൺസിലിംഗ്, അധ്യാപനം, നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 3 കിട്ടിയവരുടെ ഫലമാണ് പറയുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 3 ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവും ഐശ്വര്യവും കൂടുതലുള്ള വ്യക്തികളായിരിക്കും. ദേവഗുരുവായ വ്യാഴമാണ് ഈ സംഖ്യയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ ധാരാളം അറിവും കഴിവും നിങ്ങളിൽ ഉണ്ടാകും. പൊതുവായ സ്വഭാവം നോക്കിയാൽ എപ്പോഴും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കുന്നവരാണ് ഇവർ. മികച്ച സംഭാഷണ ചാരുതി ഉള്ളതുകൊണ്ട് തന്നെ ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സർഗാത്മകമായ കഴിവുകൾ ധാരാളം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസം, സർഗാത്മകത, സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള കഴിവ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് എന്നിവ ഇവരുടെ ഗുണങ്ങളാണ്. എന്നാൽ ചില സമയങ്ങളിൽ തുടങ്ങിയ ജോലികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവവും നിങ്ങൾക്കുണ്ട്. അമിതമായി സംസാരിച്ച് മറ്റുള്ളവരെ മുഷിപ്പിക്കാനും സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച് നോക്കിയാൽ എഴുത്ത്, അഭിനയം, അധ്യാപനം, മാർക്കറ്റിംഗ്, നിയമം, വിനോദ മേഖലകൾ തുടങ്ങിയവ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 4 കിട്ടിയവരുടെ ഫലം പറയാം. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 4 ആണെങ്കിൽ നിങ്ങൾ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്നവരും കഠിനാധ്വാനികളുമായിരിക്കും. രാഹുവാണ് ഈ സംഖ്യയുടെ അധിപൻ എന്ന് പറയുന്നത്. ജീവിതത്തിലെ പെട്ടെന്നുള്ള ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട്. പൊതുവായ സ്വഭാവം നോക്കിയാൽ ഇവർ വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിയമങ്ങൾ അനുസരിക്കുന്നതിലും ചെയ്യുന്നതിലും ജോലി കൃത്യതയോടെ പൂർത്തിയാക്കുന്നതിലും ഇവർ ശ്രദ്ധിക്കും. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. കഠിനാധ്വാനം, സത്യസന്ധത, വിശ്വസ്തത, കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഇവരുടെ പോസിറ്റീവ് സൈഡാണ്.
അതുപോലെ തന്നെ ഇവർക്ക് ചില നെഗറ്റീവ് സൈഡുകളുമുണ്ട്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വളരെ മടി കാണിക്കുന്ന ആളുകളായിരിക്കും ഇവർ. ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശിയും ഇവർ കാണിക്കാറുണ്ട്. അത് ഇവർക്ക് തന്നെ ദോഷകരമായിട്ട് ഭവിക്കും എന്നുള്ളതാണ്. ജീവിതം പലപ്പോഴും വിരസമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധിച്ച് നോക്കിയാൽ എഞ്ചിനീയർ, കെട്ടിട നിർമ്മാണം, അക്കൗണ്ടിങ്, ബാങ്കിങ്, സർക്കാർ ജോലികൾ തുടങ്ങിയവയിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 5 കിട്ടിയവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 5 ആണെങ്കിൽ നിങ്ങൾ മാറ്റങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായ ബുധനാണ് അധിപൻ. പൊതുവായ സ്വഭാവം നോക്കിയാൽ എപ്പോഴും ഊർജ്ജസ്വലരായി കാണപ്പെടുന്ന ഇവർക്ക് യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. ഒരേ ജോലിയിൽ തന്നെ ദീർഘകാലം തുടരാൻ ഇവർക്ക് മടിയായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും എപ്പോഴും താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. മികച്ച ആശയവിനിമയ ശേഷി, സാഹസികത, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ഏത് സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ഇവർക്ക് ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എടുത്തുചാട്ടം കാരണം പല അബദ്ധങ്ങളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയും കാണിച്ചേക്കാം. തൊഴിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിൽപ്പന, മാർക്കറ്റിംഗ്, പത്രപ്രവർത്തനം, ഇവന്റ് മാനേജ്മെന്റ്, ട്രാവൽ ഏജൻസി തുടങ്ങിയ മാറ്റങ്ങൾ നിറഞ്ഞ ജോലികൾ ഇവർക്ക് അനുയോജ്യമാണ്. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 6 കിട്ടിയവരുടെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 6 ആണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും പ്രതീകമാണ്. സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അധിപനായ ശുക്രനാണ് ഈ സംഖ്യയെ ഭരിക്കുന്നത്. പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കാണിക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. കല, സൗന്ദര്യം, ആഡംബരം എന്നിവയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. സ്നേഹം, ദയ, ഉത്തരവാദിത്വബോധം, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ്, സൗന്ദര്യാരാധന എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. സ്നേഹിക്കുന്നവരിൽ നിന്ന് തിരിച്ച് അതേ സ്നേഹം കിട്ടിയില്ലെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു സ്വഭാവ പ്രകൃതവും ഇവർക്കുണ്ട്. ചിലപ്പോൾ അമിതമായിട്ടുള്ള ആഡംബരപ്രിയം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അഭിനയം, ഡോക്ടർ, നഴ്സ് തുടങ്ങിയ സേവന മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 7 കിട്ടിയവരുടെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 7 ആണെങ്കിൽ നിങ്ങൾ അറിവ് തേടുന്ന ഒരു ആത്മീയ സഞ്ചാരിയാണ്. നിഗൂഢതകളുടെ അധിപനായ കേതുവാണ് ഈ സംഖ്യയെ ഭരിക്കുന്നത്. ഇവരുടെ പൊതുവായ സ്വഭാവം എന്തെന്നാൽ ഇവർക്ക് ഭൗതികമായ സുഖങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം അറിവ് നേടുന്നതിലും ആത്മീയമായ കാര്യങ്ങളിലുമായിരിക്കും. ഒറ്റയ്ക്ക് ചിന്തിക്കാനും സമയം ചിലവഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. മികച്ച ചിന്താശേഷി, വിശകലന പാഠവം, ആത്മീയമായ ചിന്തകൾ, സത്യസന്ധത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ മറ്റുള്ളവരുമായി ഇവർക്ക് എളുപ്പത്തിൽ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല. സംശയ സ്വഭാവം കൂടുതലായിരിക്കും ഇക്കൂട്ടർക്ക്. ചിലപ്പോൾ വിഷാദ രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. തങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാനും ശ്രമിക്കുന്നവരായിരിക്കും ഇവർ. ഇതൊക്കെ ഇവരുടെ നെഗറ്റീവുകളാണ്. ഇനി തൊഴിൽ രംഗത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗവേഷണം, ശാസ്ത്രം, എഴുത്ത്, ജ്യോതിഷം, ആത്മീയ ഗുരു, ഡിറ്റക്റ്റീവ്, പോലീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 8 കിട്ടിയവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 8 ആണെങ്കിൽ നിങ്ങൾ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. കർമ്മഫലദാതാവായ ശനിയാണ് ഈ സംഖ്യയുടെ അധിപൻ. പൊതുവായ സ്വഭാവം നോക്കിയാൽ ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെയും ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചും വിജയം നേടിയവരാണ് ഇവർ. പണം, അധികാരം, പ്രശസ്തി എന്നിവയെല്ലാം ഇവരെ തേടിയെത്തുന്നതായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്.
കഠിനാധ്വാനം, മികച്ച സംഘടനാശേഷി, പ്രായോഗിക ബുദ്ധി, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പണത്തോട് അമിതമായിട്ടുള്ള ആർത്തി കാണിച്ചേക്കാം. അധികാര ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ജോലിക്ക് നൽകുന്നത് പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി തൊഴിൽ രംഗത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ്, രാഷ്ട്രീയം, നിയമം, ഉയർന്ന സർക്കാർ പദവികൾ തുടങ്ങിയവയിൽ ഇവർ വിജയിക്കും. ഇനി അടുത്തതായിട്ട് പേരിന്റെ സംഖ്യ 9 കിട്ടിയവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പേരിന്റെ സംഖ്യ 9 ആണെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യസ്നേഹിയും പോരാളിയുമാണ്. ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും ഗ്രഹമായ ചൊവ്വയാണ് ഈ സംഖ്യയുടെ അധിപൻ. പൊതുവായ സ്വഭാവം നോക്കിയാൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും എപ്പോഴും മുന്നിലുണ്ടാകും. എന്നാൽ അനീതി കണ്ടാൽ പ്രതികരിക്കാനും മടിക്കില്ല. ഇവർക്ക് ശക്തമായ പോരാട്ട വീര്യമുണ്ടാകും. മനുഷ്യസ്നേഹം, ദയ, ധൈര്യം, നിസ്വാർത്ഥ സേവന മനോഭാവം എന്നിവ നിങ്ങളുടെ പ്രത്യേകതയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കണം. എടുത്തുചാട്ടം കാരണം പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോകുന്ന അവസ്ഥയും ഉണ്ടാകാം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ സാമൂഹിക പ്രവർത്തനം, സൈന്യം, പോലീസ്, കായികം, ഡോക്ടർ, സർജൻ തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പേരിന്റെ സംഖ്യ മനസ്സിലായിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ, ആ ഒരു രഹസ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേരും നിങ്ങളുടെ മക്കളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരും ഒക്കെയും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാനായിട്ട് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓർക്കുക, ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജനനത്തീയതി, സമയം എന്നിവയെല്ലാം നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്ന മറ്റു പ്രധാന ഘടകങ്ങളാണ്. ചിലരുടെ പേരിന്റെ സംഖ്യ അവരുടെ ജനനത്തീയതിയുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമാകുമോ? അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.